രാവിലത്തെയോ ഉച്ചക്കത്തെയോ ഗ്രീൻ പീസ് അങ്ങനെ ബാക്കി ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഇതേ ഈ ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. പള്ളിപ്പെരുന്നാളിന് മേടിച്ച വല്ല പൊരി വല്ലതും ഇരിപ്പുണ്ടെങ്കിലേ അതാദ്യം ഒരു ബൗളിലേക്ക് കൊട്ടിയിടുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് മിച്ചറുണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മറ്റേ മഞ്ഞയിൽ കറുത്ത സംഭവമുള്ള മിച്ചർ, അത് ഇപ്പോൾ അതല്ല നമ്മുടെ അടുത്തുള്ളത്. പിന്നെ കുറച്ച് തക്കാളി, കുറച്ച് മല്ലിയില അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഒരു ഇച്ചിരി സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞത്. ഇതിൻ്റെ അകത്തേക്ക് പിന്നെ കുക്കുംബറ, ക്യാപ്സിക്കോ, ക്യാരറ്റാ, നമ്മുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. നമ്മൾ ഇത്രേ ചേർത്തുള്ളൂ. ആ പറഞ്ഞ 3 സാധനം നമ്മുടെ അടുത്ത് ഇല്ലായിരുന്നു, അതാണ് വേറെ കാര്യം. ഇപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് പിന്നെ മാതള നാരങ്ങയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്ത് ഒരു മാതള നാരങ്ങ മുറിച്ചിട്ട് അതും കുറച്ചിട്ട് ആ ഒരു സ്വീറ്റ്നെസ്സും കൂടി കിട്ടാൻ വേണ്ടി. നിങ്ങൾക്കിപ്പോൾ ഏകദേശം സംഭവം ബേൽപൂരി സെറ്റപ്പൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് പക്ഷേ നമ്മുടെ ഒരു വേർഷനാണേ. ഇതിലേക്ക് നമ്മുടെ ആ രാവിലത്തെ ഗ്രീൻ പീസ് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് അതിൻ്റെ അകത്തേക്ക് അങ്ങ് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ വലിയ മസാലയൊന്നും ഇടാണ്ട് രാവിലെ പുട്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് വെച്ച ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഫൈനൽ ടച്ചായിട്ട് കുറച്ച് ചാറ്റ് മസാലയും ലേശം ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മിക്സിങ്ങിന് റെഡിയാണ്. പിന്നെ ഗ്രീൻ പീസ് കറിയിൽ ഉപ്പുണ്ട്, ചാറ്റ് മസാലയിലും ചെറിയ ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നമ്മൾ നോക്കിയിട്ട്, പിന്നെ മിച്ചറിനും ഉപ്പുണ്ടല്ലോ. അപ്പോൾ ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് അധികം പുളിയില്ലാത്ത യോഗട്ട് ഉണ്ടെങ്കിൽ അതും ഓപ്ഷണലായിട്ട് വേണേൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിള് റെസിപ്പിയാണ്. അല്പം പച്ചമുളകൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ടച്ചിങ്സ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ.